പെയിൻറ്റിങ്ങിന് പകരം കുറേ ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്. ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ഫോർ എ പെയിൻറ്റിങ് യു വിൽ ഹാവ് ദ ടെക്സ്ചർ ഫീലിംഗ് ലൈക്ക് ഒരു സ്റ്റോണിൻ്റെ സ്റ്റൈലിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ വീട് ഡിസൈൻ ചെയ്യുന്ന ആർക്കിടെക്ട്സിന് അതിൻ്റെ കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി ചില ഏരിയയിലൊക്കെ എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടെക്സ്ചർ എലമെൻറ്റ്സ് വരും. ഈവൻ ടൈൽസ് ഒട്ടിക്കാം. ടൈൽസ് എന്ന് വെച്ചാൽ എക്സ്റ്റീരിയർ ടൈൽസ് തന്നെ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒട്ടിക്കുമ്പോൾ വേറൊരു ഫീലാണ് നമുക്ക് വരുന്നത് വീടുകൾക്ക്. അപ്പോൾ ഞാൻ പറയണമെങ്കിൽ ഇവിടെയൊക്കെയാണ് നമ്മൾ ആർക്കിടെക്ചറിൻ്റെ ഇമ്പോർട്ടൻസ് ത്രൂ വിഷ്വൽ മീഡിയയിൽ കൊണ്ടുപോയി കാണിച്ച് വീട് നിങ്ങൾ മനസ്സിലാക്കുക. ദിസ് വിൽ ബിക്കം വെൻ യു പുട്ട് ദ കളർ സ്കീം ഇങ്ങനെ. ഇപ്പോൾ പല പല കളർ സ്കീമിലും ഡാർക്ക് കളർ ഉപയോഗിച്ചിട്ട് വീട് ചെയ്യുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അതനുസരിച്ചുള്ളതായിരിക്കും അതിൻ്റെ റൂഫിങ്ങും അതിൻ്റെ എലമെൻസും എല്ലാം. ഇപ്പോൾ വിൻഡോസിൻ്റെ കൺസെപ്റ്റ് പണ്ട് കാലത്തുള്ള വുഡൻ വിൻഡോസ് അല്ല ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ UPVC വിൻഡോസ് വന്ന് പിന്നെ വുഡ് പ്ലാസ്റ്റിക് കോമ്പോസിറ്റ് പാനൽസ് WPC വിൻഡോസും ഡോഴ്സൊക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ എല്ലാം അലുമിനിയം വിൻഡോസ് വന്നു കഴിഞ്ഞു. അലുമിനിയം വിൻഡോസ് നേരത്തെ ഉണ്ടെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഒരു ഹൈ റേസ്ഡ് ആയിട്ടുള്ള ഹൈ ലെവൽ ട്രാൻസ്ഫോർമേഷൻ അലുമിനിയത്തിലും വന്നു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ കളർ സ്കീം അവിടത്തേക്ക് സെലക്ട് ചെയ്യുമ്പം ആ വീടിൻ്റെ വലിപ്പം അഗെയിൻ അവിടെ ഒരു ഇഷ്യൂ ആണ്. ആ വീടിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ടുള്ള കളർ സ്കീം കൊടുത്താൽ മാത്രമേ അതിന് ഹൈലൈറ്റഡ് ആയിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ എനിക്കൊരു വീട് പർട്ടിക്കുലർ ഡിസൈൻ ഇല്ലാത്തതുകൊണ്ട് പറയുന്നില്ല. ജസ്റ്റ് ജനറലായിട്ട് പറയണമെങ്കിൽ യു ക്യാൻ യൂസ് പെയിൻറ്റ്, യു ക്യാൻ യൂസ് ടെക്സ്ചർ പെയിൻറ്റ്, യു ക്യാൻ യൂസ് ടെക്സ്ചർ വാൾ കവറിങ്സ്, ഓൾ ദോസ് തിങ്സ്. അപ്പോൾ അത് നമ്മൾ ആർക്കിടെക്റ്റുമായിട്ടിരുന്ന് ഡിസ്കസ് ചെയ്യാവുന്ന കുറേ കാര്യങ്ങളാണ്.